അറിയില്ല. നിങ്ങളായിരുന്നോ? സുഖായിട്ടിരിക്കുന്നു. മോനാണോ? ആ. എത്രയിലാ പഠിക്കുന്നത്? 6. എന്താ പേരെന്താ മോൻ? നോബിൾ. വേറെന്താ വിശേഷം? സുഖാണോ? സുഖാണ്. എന്താ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ഇവിടെ ഉണ്ട്. ഇപ്പൊ എവിടെ? കുറച്ചു കാലം ഗൾഫിലായിരുന്നു. കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. ഇടയ്ക്ക് വരും. കുഴപ്പമില്ലാതെ പോകുന്നു. ഉമ്മാക്ക് സുഖമല്ലേ? ആ, സുഖാണ്. അനിയൻ എന്താ ചെയ്യണം ഇപ്പോൾ? ഓന് നാട്ടിലെ എന്താ വർക്കെന്താ? പെയിന്റ് പണി. അതെല്ലേ? ശരി. നിങ്ങള്? കുഴപ്പമില്ല, ഇങ്ങനെ പോകണം. അത്യാവശ്യം ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ സുഖമായിട്ട് പോകുന്നോ ലൈഫൊക്കെ? ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ എന്താ ചെയ്യുക. ഞാനന്ന് കുറേ വിളിച്ചതായിരുന്നു. അന്ന് എനിക്ക് കാശില്ല, കാണാൻ ഭംഗിയില്ല, അങ്ങനെ ഒരുപാട് കുറ്റങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും അതെ. അത് പെട്ടെന്ന് കണ്ടപ്പോഴേ വണ്ടി നിർത്തിയത്. അങ്ങനെ ദൂരെ നിന്ന് വരുന്ന കണ്ടപ്പോൾ തന്നെ ഞാൻ മനസ്സിലായി. മോനെ, ഇത് വേറെന്താ? പഠിപ്പൊക്കെ അടിപൊളിയായിട്ട് പോകണില്ലേ? വെക്കേഷൻ ആവില്ലേ ഇപ്പോൾ? എവിടെന്നാ വരുന്നത് ഇപ്പോൾ? എവിടെന്നാ വരുന്നത്? മൂത്തമ്മാന്റെ വീട് ഇവിടെ ഉണ്ടല്ലോ. റസിയാത്താൻ്റെ വീട്. എന്താ പറയാ, ഇനി എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാം. നമ്പർ മാറിയിട്ടൊന്നുമില്ല, ആ നമ്പർ തന്നെയാണ്. അന്ന് ആ നമ്പറൊക്കെ ഒഴിവാക്കിയതാണല്ലോ അല്ലേ? കുറേ ചീത്തയും കേട്ടിട്ടുണ്ട് ഞാൻ പിന്നാലെ നടന്നിട്ട്. മനഃപൂർവ്വമല്ല, എനിക്കറിയായിരുന്നു മനഃപൂർവ്വമല്ലാന്ന്. ഞാൻ കുറേ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അന്നിപ്പോൾ നമ്മളത് എന്താ പറയുക, നിങ്ങളൊക്കെ മുന്നിൽ നമ്മളൊന്നും അല്ലായിരുന്നു. അതെ, നോക്കണ്ട, അങ്ങനെ തന്നെ ആയിരുന്നു. ഒരു പുഴുവായിരുന്നല്ലേ നിങ്ങളൊക്കെ. ഇതൊക്കെ കാലം ഇങ്ങനെ മാറി വന്നപ്പോൾ എന്താ ഒന്നും പറയാൻ കിട്ടുന്നില്ല. എന്തായാലും അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടാ. ഹസ്ബൻഡിനോട് അന്വേഷണം പറയാം. ഇപ്പോൾ പറയുകയാണെങ്കിൽ പകരം ചോദിക്കുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ടാവും. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. പക്ഷെ ഇടയ്ക്ക് എപ്പോഴും ഓർക്കാറുണ്ട് കേട്ടോ. എപ്പോഴും ഓർമ്മയിലുണ്ടാവാറുണ്ട്. എന്താ പിന്നെ വേറെന്താ? ശരി.